ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആബിൽസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ പ്ലാന്റ് ടാങ്ക് ഉണ്ടാക്കിയില്ലേ, അത് നമുക്ക് വീണ്ടും പണി തന്നിട്ടുണ്ട്. ആ പണി നേരാക്കാല പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ പ്ലാന്റ്സ് കുഴിച്ചിടാനുള്ള പാത്രമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളം നിറക്കുന്നുണ്ട്. ഇതിൽ മണലാണ് ഇട്ടിരിക്കുന്നത്. മണൽ നല്ലോണം കഴുകിയിട്ടിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ്. വള്ളി ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്, പിന്നെ സ്റ്റെം പ്ലാന്റ്സും ഉണ്ട്. ഓക്കെ, 2 ഐറ്റം സ്റ്റെം പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിൽ പ്ലാൻ ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് പറിച്ചും കണ്ടെടുക്കാം. പറിച്ചുമ്പോൾ ഇതിൻ്റെ വേരുഭാഗം എവിടെ നോക്കിയിട്ട് പറിച്ചുക. അപ്പോൾ വെള്ളം കുറച്ചുള്ളൂ കലങ്ങുക. ഓക്കെ, ഉണ്ടോ? ഇങ്ങനെ പറിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും നമുക്കത് മൊത്തം പറിച്ചെടുക്കാം, എന്നിട്ട് അതിൽ കുഴിച്ചിടാനാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ചെടികളൊക്കെ വലിച്ചു പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പ്ലാൻ ചെയ്തിട്ട് ബാക്കിയുള്ള വെള്ളം നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിത് കുഴിച്ചിടട്ടെ. അപ്പോൾ കുഴിച്ചിടുമ്പോൾ ഇത് എന്താണ്, കൂട്ടായിട്ട് കുഴിച്ചിടാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് വലുതായിക്കോളും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെന്തായാലും പകുതി മുക്കാലോളം പറിച്ചെടുത്ത പ്ലാന്റുകൾ ഇതിൻ്റെ പകുതി ഭാഗത്തായിട്ട് കുഴിച്ചിടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വെള്ളം ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ വെയിലിട്ടിങ്ങാണ്ട് ചെടികളൊക്കെ വാടിപ്പോവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള ചെടികളും കൂടി കുഴിച്ചിടാം. അപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന പ്ലാന്റൊക്കെ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൂടി എടുത്തുങ്ങാണ്ട് നമുക്ക് കുഴിച്ചിടാൻ നോക്കാം. ഇവിടെ കുറച്ച് സ്പേസ് ബാക്കിയുണ്ട്. അവിടെ നമുക്ക് അവിടെ സ്റ്റെം പ്ലാന്റ്സ് ഉണ്ടായിരുന്നല്ലോ, അതെടുത്ത് കുഴിച്ചിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പ്ലാന്റ്സ് ബാക്കിയുള്ളത്. വള്ളിസ്നേരി അല്ലാതെ ബാലൻസുള്ള ചെടികളാണിത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഈ ബാലൻസുള്ള സ്ഥലത്ത് പ്ലാൻ ചെയ്യാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെന്തായാലും പ്ലാന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇല്ലേ, ഇതൊക്കെ എടുത്തുങ്ങാണ്ടൊന്ന് കളയണം. അതായത് ചെറിയ വല കൊണ്ട് വാരി കളയണം. ഓക്കെ, കോരിങ്ങാണ്ട് കളയണം. കാരണം അത് ഇതിൽ ഇരുന്നാൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ നമ്മളെന്തായാലും ഓരോ ലെയറിൽ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നെറ്റ് കൊടുന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നെറ്റൊക്കെ വെച്ചു. നെറ്റ് വെച്ചിട്ടൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഓരോ ലെയറോടുകൂടി വെച്ചിരിക്കണു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ടാങ്കിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കണു. അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിരിക്കണം. ഇനി മീനെ പിടിച്ചാണ്ട് ഇതിക്ക് മാറ്റിയത് അത് ഇനി എന്തായാലും നിന്നെ കൊണ്ട് വയ്ക്കില്ല. നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെന്തായാലും നമ്മൾ മീൻ പിടിക്കൽ പരിപാടി തുടങ്ങുകയാണ്. ഓക്കെ, കിട്ടി. അപ്പോൾ ഈ പരിപാടി ഇങ്ങനെ സാവധാനം പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മീനെ മൊത്തം പിടിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഇതിന്ന് പിടിച്ച മീനുകൾ. കുറച്ചുള്ളൂ, അത് കാര്യമാക്കണ്ട. പിന്നെ അതിലൊരു 2-3 വീണ്ടും നീന്തുന്നുണ്ട്. അത് നമുക്ക് പിന്നെ പിടിച്ചാൽ പിന്നെ നമ്മൾ വള്ളിസ്നേരി അവിടുന്ന് പറിച്ചിരുന്നു. എന്നിട്ട് ഇതിലാണ് വെച്ചിരുന്നു. പക്ഷേ മീനുകളെ മാറ്റാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ട് തന്നെ ഇട്ടുകൂടും. ഓക്കെ, പിന്നെ ഇത് നമുക്ക് അതിൽ പ്ലാൻ ചെയ്യാനാണ്. ഒരു സ്റ്റെം പ്ലാന്റ് ആണ്, എന്താണ് കബൊമ്പയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതൊരു പീസ് ബാക്കിയുണ്ട്. അപ്പോൾ ഇതും കൂടിയാണ് പ്ലാൻ ചെയ്യാം. ബാക്കിയിൽ നമുക്ക് വേറൊരു ട്രയൽ പ്ലാൻ ചെയ്യാം എന്നുള്ളതിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചാളെ നമ്മളെ പുതിയ ടാങ്കിലേക്ക് ഇറക്കി വിടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.